ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ബലെനോൻ്റെ ബാക്കി വർക്കുകൾ ചെയ്യാനുണ്ട്, സ്പെയർ മേടിക്കാനുണ്ട്. അപ്പോൾ എന്തൊക്കെ വർക്കുകളാണ് ചെയ്യാനുള്ളത്, സ്പെയർ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വർക്ക്ഷോപ്പിലേക്കാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ അന്ന് അവിടെ കുറച്ച് പണികളുണ്ട്. അപ്പോൾ അത് ഫിനിഷ് ചെയ്തതിന് ശേഷം സ്പെയറൊക്കെ മേടിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്കിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെ മെയിൻ്റനൻസാണ് ആ വണ്ടിക്കുള്ളത്, കാരണം നമ്മൾ ആ വണ്ടിയുടെ വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെ മെയിൻ്റനൻസാണ് ആ വണ്ടിക്കുള്ളത്, എന്തൊക്കെ ചെയ്യണം, കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ അന്വേഷിച്ചിട്ട് ബാക്കി സ്പെയർ കാര്യങ്ങളൊക്കെ കോയമ്പത്തൂരിൽ നിന്നാണ് ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് കിട്ടുന്നത്. അതും നമ്മൾ സെക്കൻഡ് ഹാൻഡ് സ്പെയർ അല്ല വാങ്ങിക്കുന്നത്, പുതിയ സ്പെയറാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മളെ ഇൻട്രോ പറയാൻ വേണ്ടി വണ്ടി നിർത്തി കഴിഞ്ഞപ്പോൾ നമ്മളെ വണ്ടി കണ്ടിട്ട് നമ്മുടെ ചങ്കൂറോ വിഷ്ണു വണ്ടി നിർത്തി. പുള്ളിയുടെ സിസ്റ്ററിൻ്റെ വീട് പാലക്കാടാണ്. അപ്പോൾ പുള്ളി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും, വണ്ടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ബലെനോ 2005 പറഞ്ഞത്, എൻ്റെ സ്പെയർ അടിക്കാനേ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ബലെനോ കൂടി നമ്മൾ പർച്ചേസ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഒരു ഓഫ് റോഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താ വിഷ്ണു വരണ്ട ഇത്ര അല്ലേ. സ്റ്റിയറിംഗ് ബോൾ ജോയിൻ്റ് ഓൾമോസ്റ്റ് പോയി, ടയർ ഓടൻറ്റും പോയി. അപ്പോൾ ഇത് റബ്ബറും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. പിന്നെ ബ്രേക്കിൻ്റെ പാഡ് ഉണ്ടല്ലോ, പൊടിഞ്ഞു പോകും. കാരണം ഡ്യൂപ്ലിക്കേറ്റ് പാഡാണ്, മാത്രമല്ല ഇത് ഓൾമോസ്റ്റ് പോയി. ഈ സംഭവം എഡ്ജൊക്കെ പൊടിഞ്ഞു പോയി കേട്ടോ. ഇത് കാര്യം പാഡ് കാണുമ്പോൾ പുതിയതാണെങ്കിലും പാഡ് ഒരുപാട് കാലപ്പഴക്കം ചെന്നിട്ടേ ഡിസ്ക് എന്തായാലും ചെറിയ കട്ടിങ് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ബ്രേക്കിൻ്റെ കട്ടിങ് പല ഭാഗത്തുണ്ട്. അപ്പോൾ അതൊന്ന് പോളിഷ് ചെയ്തിട്ടാലാണ് പെർഫെക്റ്റ്ലി നമുക്ക് നല്ല സ്പീഡിൽ ആ ബ്രേക്ക് പെർഫെക്റ്റ് ആവുള്ളൂ. ലോറാം ഓൾമോസ്റ്റ് ലോറാമിൻ്റെ ബുഷുകൾ ചേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു ലോറാം ചേഞ്ച് ചെയ്യേണ്ടി വരും. പക്ഷേ സാധാരണ വണ്ടിയുടെ ലോറാം പോലെയല്ല, നല്ല ഹെവി ലോറാമാണ് ഈ സാധനം. 9000 രൂപ വില പറഞ്ഞാലും സംഭവം കാസ്റ്റിൻ്റെ നല്ല അടിപൊളി സാധനമാണ്, നല്ല ഹെവി വെയിറ്റും ഉണ്ട്. ഇനി അപ്പുറത്തെ സൈഡിൽ നോക്കുവാണെങ്കിൽ അപ്പോൾ അതിൻ്റെ എൻഡുകൾ കാര്യങ്ങൾ, ബാലൻസ് റോഡിൻ്റെ എൻഡ് ലെഫ്റ്റും റൈറ്റും സാധനങ്ങളൊക്കെ പോയിട്ടുണ്ട്. ബാലൻസ് റോഡാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് ശരിക്കും ബുഷൊക്കെ പോയിട്ട് ലോക്കൽ വർക്ക്ഷോപ്പിൽ, നമ്മൾ ലോക്കൽ വർക്ക്ഷോപ്പ് തന്നെയാണ്, അങ്ങനെയല്ല പറഞ്ഞത്, ട്യൂബൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. കാരണം ഇത്രയും ചീപ്പായിട്ട് പണിയാൻ പാടില്ല. ട്യൂബ് ഇട്ടൊന്നുമല്ല സെറ്റ് ചെയ്യേണ്ടത്, കാരണം അത് ബുഷ് ഇട്ട് സെറ്റ് ചെയ്താൽ എൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് ആവുള്ളൂ. ബുഷൊക്കെ പോയിട്ടുണ്ട് ഫുള്ളായിട്ട്. ആ സൈഡും ബോൾ ജോയിൻറ്റും എൻഡും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ മൗണ്ട് ഈ കാണുന്നത് ഓൾമോസ്റ്റ് പുതിയ മൗണ്ടാണ്. ആ കാണുന്ന ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് വർക്കിംഗ് ഗ്യാപ്പാട്ടോ, അത് പോയിട്ടില്ല. അത് ഓൾമോസ്റ്റ് കണ്ടീഷനാണ്. അത് ഈ അടുത്തെപ്പോഴോ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് എൻജിൻ മൗണ്ടിങ് പോയിട്ടുണ്ട്. കാരണം എൻജിൻ മൗണ്ടിങ് ഇതുപോലെ തന്നെ പീസ് വെച്ചിട്ട് എപ്പോഴോ അഴിച്ചിട്ട് പീസ് വെച്ച് സെറ്റ് ചെയ്ത് വെക്കാം. ബാക്കിലെ മൗണ്ടിങ്ങും പൊടിഞ്ഞു പോയിട്ടുണ്ട്. ഈ കാണുന്ന മൗണ്ടിങ്ങും ആ ഫ്രണ്ടിൽ കാണുന്ന എൻജിൻ മൗണ്ടിങ്ങും ബാക്കി ആ റൈറ്റ് സൈഡിൽ ലോറാം, പിന്നെ ടയറോഡിൻ്റെ ബോൾ ജോയിൻറ്റ് അങ്ങനെയുള്ള ഐറ്റംസ്, ലോറാം ബുഷ് കാര്യങ്ങൾ, ബാക്കിലെ സസ്പെൻഷൻ ബുഷ് കിറ്റ് സാധനങ്ങളെല്ലാം ഓൾമോസ്റ്റ് വാങ്ങിക്കേണ്ടി വരും. പിന്നെ ഈ ബാലൻസ് റോഡിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ആ ബുഷുകൾ കാര്യം കറക്റ്റായിട്ട് മാറേണ്ടി വരും. ഈ ഡിസ്ക് ഉണ്ടല്ലോ, ഡിസ്ക് വലിയ കുഴപ്പം കാണാനില്ല കാഴ്ചയിൽ. പക്ഷേ കട്ടിങ്ങും കാര്യങ്ങളും വന്നതുകൊണ്ട് പേപ്പർ പോളിഷ് ചെയ്തിട്ട് സാൻഡ് പേപ്പർ ഇട്ടിട്ടൊന്ന് പോളിഷ് ചെയ്തിടാൻ പറ്റുള്ളൂ. ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. സസ്പെൻഷൻ ആണെങ്കിലും ഫ്രണ്ട് സസ്പെൻഷൻ ആണെങ്കിലും സ്റ്റിയറിങ്ങിൻ്റെ ആണെങ്കിലും ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. ഇനി ബാക്കിലത്തെ കാര്യം നോക്കുവാണെങ്കിൽ ബാക്കിലെ ആമിൻ്റെ സസ്പെൻഷൻ പോയിട്ടുണ്ട്. ബാക്കിലെ ആമിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ പോയതാണ്. ഷോക്ക് അബ്സറിൻ്റെ കണ്ടീഷൻ ഇതാണ്, കാരണം ഫുള്ള് ഓയിൽ ലീക്കേജാണ്. ഓക്കെ, ഓയിൽ ലീക്കേജ് പറ്റ ഓയിൽ ലീക്കാണ്. ഷോക്ക് അബ്സറല്ലേ, 2 സൈഡ് കേട്ടോ. പിന്നെ ഇത് രാമിൻ്റെ ബുഷ് കിറ്റും കൈ വെച്ചാൽ അറിയാം. അങ്ങനെ അതൊരു ബോക്സാണ് വരും, ബുഷ് കിറ്റ് എല്ലാം മാത്രം. ഓക്കെ, പിന്നെ ബ്രേക്ക് ഷോക്ക് സ്വിഫ്റ്റിൻ്റെ സെയിമാണ്. വേറെ എന്തൊക്കെ സെയിം പാർട്സ് ഉണ്ടാവും? ഈ സ്വിഫ്റ്റിൻ്റെ വീൽ സിലിണ്ടറും മറ്റേ ബ്രേക്ക് ഷൂ മാത്രം സെയിം ഉണ്ടാവും, വേറെ ഒന്നും സെയിം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ബുഷ് ഷോപ്പ് സാധനങ്ങളൊക്കെ പോയിരുന്നു. ഫ്രണ്ട് എത്തിച്ചു തരാൻ സൗകര്യമായി. സ്പെയർ നമുക്ക് വാങ്ങിക്കാം. ഇപ്പോൾ ഏകദേശം എത്ര രൂപയുടെ സ്പെയർ വരും അതിന്? ലോറാമൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ ഡൽഹി മേടി പിടിക്കാറ് എന്തറിയോ? എന്തായാലും ഒറിജിനൽ 9500 രൂപയുണ്ട്. ഒറിജിനൽ പാർട്സ് 9500. 2 ലോറ മാറ്റുമ്പോഴേക്കാണ് 19 രൂപ.
19 രൂപയിലെ പകുതി ഇന്ത്യൻ പറഞ്ഞ എല്ലാ സാധനങ്ങളും നമുക്ക് കോയമ്പത്തൂരിൽ പകുതി വിലക്കല്ലേ? ഇപ്പോൾ കോയമ്പത്തൂരുടെ അല്ലേ ആദ്യത്തിലെ പുതിയ സാധനം കിട്ടും. പുതിയ സാധനം. റോഡൊക്കെ അടിപൊളിയാണ്. നമ്മൾ ഇപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ അത്യാവശ്യം നല്ല സ്പീഡിലാണ്, സ്പീഡെന്ന് പറയുന്നില്ല. അപ്പോൾ ശരിക്കും ഈ റോഡിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ട്രാവൽ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ കോയമ്പത്തൂർ പോയി തിരിച്ചു വരുമ്പോഴേക്കും ഒരു 10-30,000 രൂപ ഫൈനെങ്കിലും അടിച്ച് കൈത്തരും. കാരണം എല്ലായിടത്തും റഡാർ ക്യാമറ വെച്ചിരിക്കുന്ന ക്യാമറ ടു ക്യാമറ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നതിൻ്റെ ടൈം എന്ന് വെച്ചിട്ട് എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്തെന്ന് കണക്കാക്കിയിട്ടാണ് ഫൈൻ ഈടാക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഓൾമോസ്റ്റ് ക്യാമറ കാണുമ്പോൾ സ്ലോ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള സ്പീഡിൽ ട്രാവൽ ചെയ്യാം, ഫാസ്റ്റായിട്ട് ട്രാവൽ ചെയ്യാം. ക്ലൈമറ്റും എന്താ പറയുക, മഴയും കാര്യങ്ങളൊക്കെ ഹെവിയാണ്. സംഭവം ഡ്രൈവ് അടിപൊളിയാണ്. നമുക്ക് സ്പെയർ അവിടെ പോയിട്ട് എന്തൊക്കെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും മാക്സിമം സ്പെയർ ഹണ്ടിങ് ആണ്. കാരണം മാക്സിമം സ്പെയർ കറക്റ്റ് ചെയ്തിട്ടേ വരുള്ളൂ. നമുക്ക് വർക്ക്ഷോപ്പിൽ നിന്ന് ഒരു ലിസ്റ്റ് എഴുതി തന്നിട്ടുണ്ട് എന്തൊക്കെ വേണമെന്നുള്ളത്. നമുക്ക് ശരിക്കും ആ വണ്ടിക്ക് ഇപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നിന്ന് ഫ്രണ്ട് റൈറ്റ് സൈഡ് ലോവർ റാം ഫുള്ളായിട്ട് ഡാമേജ് ആണ്. ലോവർ റാമിൻ്റെ കുറ്റിയും കാര്യങ്ങളൊക്കെ പോയി, ചെറിയ ഒരുപാട് റെസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് ആ ലോവർ റാം സ്റ്റക്കാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള സ്റ്റിയറിങ്ങിന് ഹാർഡ്നെസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഹാർഡ്നെസ് സ്റ്റിയറിങ്ങിന് അങ്ങനെ ഉണ്ട്. മഴ അങ്ങനെ രൂക്ഷമായതുകൊണ്ട് നമുക്ക് ഓവർ സ്പീഡിൽ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. കാരണം ഇനിയിപ്പോൾ എറണാകുളം തിരിച്ച് ഇവിടുന്ന് സ്പെയർ വാങ്ങി തിരിച്ച് ആലുവ എത്തണം. അപ്പോൾ ഇന്ന് വണ്ടികൾ കുറച്ച് ബീറ്റ് 1-2 ബീറ്റുകൾ, SX4 പെട്രോള്, അങ്ങനെയുള്ള കുറേ വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. കാരണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് വളരെ കുറവ് ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടോൾ പ്ലാസ കഴിഞ്ഞിട്ടുള്ളൊരു വ്യൂ ആട്ടോ. പക്ഷേ മഴ പെയ്തിട്ട് ഒറ്റത്ത് ട്രെയിൻ പോകണ കാണാൻ പറ്റും. പക്ഷെ അത് ക്ലിയർ ആവുന്നില്ല. പക്ഷേ വ്യൂ അടിപൊളിയായിട്ട് തമിഴ്നാട്ടിലേക്ക് എൻ്റർ ചെയ്തിട്ട് നമ്മൾ വാളയാറ് ആ ഒരു ടോൾ പ്ലാസ, അട്ടപ്പള്ളം ടോൾ പ്ലാസ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് നെക്സ്റ്റ് വാളയാറ്. ഇപ്പോൾ എന്താണ് സംഭവിക്കാന്ന് അറിയില്ല. അപ്പോൾ അവിടെ ചെക്കിങ് ഉണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ കൺഫേം അല്ല. എന്തായാലും നോക്കാം. ഓൾമോസ്റ്റ് ചെക്കിങ് എവിടെയും കണ്ടില്ല. തിരിച്ചു വരുമ്പോൾ ചെക്കിങ് ഉണ്ട് കേട്ടോ. കേരള പോലീസിൻ്റെ ദേശീയ വലവരിക്കലോ കേട്ടോ. ചെക്കിങ് ഉണ്ട് ഇല്ല എന്നുള്ളത് ഉറപ്പില്ല കേട്ടോ. കൺഫേം ചെയ്യട്ടെ. ചെക്കിങ് കാര്യമായിട്ടില്ല. കാണുന്ന ബിൽഡിംഗ് ആട്ടോ നമ്മുടെ ആദിത്യ സ്പെയർ പാർട്സ്. KL45 രജിസ്ട്രേഷനിൽ സ്പെയർ ഇട്ടാത്ത ഏതോ ഫ്ലുവൻസുകാരൻ വണ്ടി കൊണ്ട് വന്നിട്ടുണ്ട്. പാർക്കിങ് കണ്ടില്ലേ, എന്ത് മര്യാദ നോക്കി വരും. നമ്മളവിടെ സെക്യൂരിറ്റി ആണെങ്കിൽ എന്തിനാ അതിലെ വന്ന് കുറേ പ്രാന്താക്കും. വാന്നല്ല പോന്ന് പറഞ്ഞല്ലേ. സോറിടാ, സെക്യൂരിറ്റിക്കാരൻ എല്ലായിടത്തും അതേപോലെ തന്നെയാണ്. ആദ്യം റീച്ച് ആയിട്ടുണ്ട്. ഫുള്ള് സ്പെയർ ആട്ടോ. പക്ഷേ 3 നില ബിൽഡിങ് ഫുള്ള് സ്പെയർ ആണ്. എല്ലാ വണ്ടികളുടെ എല്ലാ ടൈപ്പ് സ്പെയറും ഉണ്ട്. സ്പെയർ ഇടാത്ത മലയാളികളുടെ ഒരു അസോസിയേഷൻ തന്നെ ഉണ്ട് ഇവിടെ. ഇപ്പോൾ നമ്മൾ ഹൈലക്സ് ഓൾഡ് സ്പെയർ പാർട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉക്കട മാർക്കറ്റ് ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് നമുക്കിപ്പോൾ അല്ലേ ഇവിടെ നിന്ന് സ്പെയറുകൾ ഇങ്ങനെ പോകുന്നതുകൊണ്ട് അവിടെ ഭയങ്കര പ്രൈസിങ് ആണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ബെറ്റർ പ്രൈസിൽ സ്പെയർ കിട്ടുന്ന കുറച്ച് സ്ഥലങ്ങളാണ്. ഫസ്റ്റ് നമുക്കിത് കോയമ്പത്തൂർ നമുക്ക് ഹൈവേന്ന് കയറിയിട്ടൊരു ജസ്റ്റ് 7 കിലോമീറ്റേഴ്സ് കഴിയുമ്പോൾ ആണ് ഈ ഹൈലക്സ്. നമുക്ക് ഇതിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ കാറിൻ്റെയും എൻജിൻ സ്പെയറുകൾ, എൻജിൻ ബ്ലോക്കുകൾ, ഫുള്ളായിട്ടുള്ള എൻജിൻ സസ്പെൻഷൻ സ്പെയർ, ടയേഴ്സ് മുതലുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ അവൈലബിൾ ആട്ടോ. അതായത് ഇപ്പോൾ ഈ ഇട്ടിരിക്കുന്ന എല്ലാ കാറുകളും ഇപ്പോൾ ഇവർ വാട്ടർ ലോഡ് വണ്ടികളോ അങ്ങനെയുള്ളതൊന്നും എടുക്കുന്നില്ല. ഓൾമോസ്റ്റ് എടുക്കുന്നതെല്ലാം ജസ്റ്റ് ആക്സിഡൻ്റ്. ഇപ്പോൾ ഇത് റിയർ സൈഡ് ആക്സിഡൻ്റ് ആയിട്ടുള്ള ഒരു ഫോർഡിൻ്റെ പുതിയ ആസ്പെയറാണ്. പുതിയ മോഡൽ ആസ്പെയർ. ഇതിൻ്റെ ആക്സിഡൻ്റ് ആയിരിക്കുന്ന സ്പേസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു സൈഡ് മാത്രം ആക്സിഡൻ്റ് ആയിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എൻജിൻ സ്പെയറുകൾ, സ്റ്റിയറിങ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും യൂസ്ഫുൾ ആകും. ഈ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലവിലുള്ള വണ്ടിയിൽ നിന്ന് സ്പെയർ അയച്ചു തരും. കാരണം നമ്മളിപ്പോൾ ബലേനോൻ്റെ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ, ബലേനോൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് സ്പെയർ വാങ്ങാനും മാത്രമല്ല ബലേനോൻ്റെ റിയർ സസ്പെൻഷൻ നമുക്ക് ആവശ്യമായിരുന്നു. നമ്മുടെ സസ്പെൻഷൻ ലീക്ക് ആയതുകൊണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഐറ്റംസ് വാങ്ങാൻ വന്നപ്പോഴാണ് നമ്മൾ ഇവിടെ നിന്ന് വിസിറ്റിങ്ങിന് കയറിയത്. പക്ഷേ ഓൾഡ് മോഡലിൽ ബലേനോ ഓൾ ബോഡി പാർട്സ് അവൈലബിൾ ആണ്. കാരണം ബോഡി പാർട്സൊക്കെ നമുക്ക് ഏകദേശം അവിടെ നല്ല റേറ്റ് കോസ്റ്റ് വരുന്നുണ്ട്. ജെറ്റ കിടക്കണുണ്ടോ? ജെറ്റ അവർ ജസ്റ്റ് ആക്സിഡൻ്റ് ആയ വണ്ടി തന്നെയാണ് ജെറ്റ. ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും സാധനങ്ങളും അവൈലബിൾ ആണ് കേട്ടോ ജെറ്റയുടെ. ശരിക്കും ജെറ്റ ഓൾമോസ്റ്റ് ഒരു ഇലക്ട്രിക്കൽ പാർട്സ് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് എല്ലാം സ്റ്റോക്ക് കയറ്റി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ ഓരോരോ സ്പെയർ അയച്ചു കൊടുക്കുന്നതിനേക്കാൾ നല്ലത്
അപ്പോൾ നമുക്ക് അതെല്ലാം കളക്ഷൻ ചെയ്തിട്ട് ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഒരു ഹെവി കളക്ഷൻ തന്നെ ഉണ്ട്. ആ കളക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ എൻജിൻ്റെ സസ്പെൻഷൻ ആണെന്നുണ്ടെങ്കിൽ എല്ലാ വണ്ടികളുടെയും സസ്പെൻഷൻ, ഓൾമോസ്റ്റ് വണ്ടികളുടെ സസ്പെൻഷൻ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അതായത് എല്ലാ വണ്ടികളുടെയും സസ്പെൻഷൻ, റേഡിയേറ്റർ, ഇൻ്റർകൂളർ, ഓയിൽ കൂളർ, ഫുൾ അസംബിളി എല്ലാം നമുക്ക് വാങ്ങിക്കാൻ പറ്റും. നമ്മൾ റിപ്പയർ ചെയ്യുന്നതിനെ കമ്പാരിറ്റീവ്ലി റിപ്പയർ ചെയ്യുന്നതിനേക്കാളും ഹാഫ് കോസ്റ്റ് വരും. ഒരു ബീറ്റിൻ്റെ എഞ്ചിൻ ഫുൾ ഉണ്ടാവും. എത്ര റേറ്റ് വരും ബീറ്റിൻ്റെ എഞ്ചിൻ? നോക്കാം, 30,000 രൂപയ്ക്ക് ഷെവർലെ ബീറ്റിൻ്റെ നല്ല എഞ്ചിൻ എക്സ്ചേഞ്ച് ഇവിടുന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുമോ? ലേബർ വരും. ഏകദേശം 30,000 രൂപ നമുക്ക് ബീറ്റിൻ്റെ എഞ്ചിൻ. ശരിക്കും നമ്മുടെ നാട്ടിൽ ബീറ്റിൻ്റെ എഞ്ചിൻ പണിയാൻ തന്നെ ഏകദേശം 60,000-70,000 രൂപ റേറ്റ് വരുന്നുണ്ട്. ഫിയസ്റ്റയുടെ ഇഞ്ചക്ടർ പോലത്തെ കാര്യങ്ങൾ, ഇപ്പോൾ ഫോർഡ് ഫിയസ്റ്റ TDC ഇഞ്ചക്ടർ എന്നൊക്കെ പറയുമ്പോൾ വർക്കിംഗ് ഇഞ്ചക്ടർ നമുക്ക് ഒരു ഇഞ്ചക്ടർ സർവീസ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും 6,000 രൂപ, 5,000 രൂപ, 7,000 രൂപ പുതിയത് മേടിച്ചിട്ടാണെങ്കിൽ നല്ല കോസ്റ്റ് വരും. ഇതിൻ്റെയൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയർ ഫ്ലോ സെൻസർ, EGR, ടർബോ, മറ്റേ ഇഞ്ചക്ടറൊക്കെ നല്ല കോസ്റ്റ് വരുന്നതാണ്. ആ സംഭവങ്ങളെല്ലാം സെക്കൻഡ് ഹാൻഡ് പാർട്സ് അവൈലബിൾ ആണ്. ഫിയസ്റ്റ ഗ്ലോബൽ ഫിയസ്റ്റയുടെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അതുതന്നെ ഫോർഡ് ഫിഗോ, ബീറ്റ് ഇവരുടെ ഫുൾ എഞ്ചിൻ അടക്കമുണ്ട്. ഹൈ പ്രഷർ പമ്പ്, ടർബോ, എഞ്ചിൻ എല്ലാം അടക്കമുണ്ട്. ടർബോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ടർബോ എന്നാണല്ലോ. ടർബോ എന്ത് റേറ്റ് നിങ്ങൾ കൊടുക്കുക? ഏകദേശം 7 രൂപയ്ക്കല്ലേ? 5 രൂപ, 5,000 രൂപ ടു 7,000 രൂപ. ഹൈ പ്രഷർ പമ്പിൻ്റെ റേറ്റോ? 4,500 അല്ലേ? ഈ ഹൈ പ്രഷർ പമ്പ് 4,500 രൂപ വിലയുള്ള കൂട്ടാ. ഈ 4,500 രൂപ വിലയുള്ള ഈ സാധനമാണ് നമ്മുടെ നാട്ടിൽ. ഇത് ഇവിടെ നിന്ന് സെക്കൻഡ് ഹാൻഡ് 2 മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ എത്ര വരുന്നത്? 8,000 രൂപയുള്ളൂ. ഇത് നമ്മുടെ പണിതെടുക്കുകയാണെങ്കിൽ 15,000 രൂപ. അപ്പോൾ 3 മേടിക്കുന്ന കാശ്. 3 മേടിച്ചിട്ട് ഓരോ വർഷം ഓരോന്ന് ഉപയോഗിച്ച് കളഞ്ഞാൽ പോലും നമുക്ക് ആകെ അത്ര തന്നെ കോസ്റ്റ്. ഈ ഹൈ പ്രഷർ പമ്പ് വർക്കിംഗ് പമ്പ് നിങ്ങൾ വർക്കിംഗ് ഗ്യാരണ്ടി കൊടുക്കില്ലേ? മാർക്ക് പണി കൊടുക്കും. അപ്പോൾ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് റിട്ടേൺ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും. ഇപ്പോൾ ഇതൊക്കെ ശരിക്കും വണ്ടിയുടെ ഷേപ്പൊക്കെ മാറിപ്പോയിട്ടേ ഏതാ വണ്ടി എന്നുള്ളൊരു പിടുത്തം കിട്ടാത്ത വ്യവസ്ഥ. സ്വിഫ്റ്റ് ഡിസയർ എന്ന് ആരും പറയില്ല കേട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ. ഇതേപോലത്തെ കണ്ടീഷൻ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് സ്വിഫ്റ്റ് ഡിസയർ പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. പിന്നെ ഇരിക്കുമ്പോൾ ഈ വണ്ടിയുടെയൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് സ്പെയർ, ഇപ്പോൾ ലോക്ക് സെറ്റൊക്കെ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് പോയി. ഇപ്പോൾ ഈ ബാക്ക് സസ്പെൻഷൻ അസംബ്ലി അങ്ങനെയുള്ളതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ മിക്കവാറും ഇവിടെ എടുത്തിട്ടിരിക്കുന്നത് ഓടിക്കൊണ്ടിരുന്ന ആക്സിഡൻറ്റ് വെഹിക്കിൾസിൻ്റെ സ്പെയറിലാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നും വർക്ക് ചെയ്യാത്ത സ്പെയർ ഉണ്ടാവില്ല. ഓൾമോസ്റ്റ് എല്ലാം വർക്കിംഗ് സ്പെയർ ഇവിടുന്ന് മാർക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് സ്പെയർ മേടിക്കാം. കാരണം ഇപ്പോൾ ഇതിൻ്റെ എൻജിൻ ഇത് ഫ്രണ്ട് ആക്സിഡൻ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു എൻജിനിലാണെങ്കിൽ ഓൾമോസ്റ്റ് സ്കോഡ ഫാബിയൻ്റെ സ്പെയറിൽ നമുക്ക് ഇതിനകത്ത് ആക്സിൽ കാര്യങ്ങൾക്കൊന്നും കംപ്ലയിൻസ് ഇല്ല. അതുപോലെ തന്നെ എൻജിൻ്റെ ഓൾമോസ്റ്റ് ഗിയർ ബോക്സ്, എൻജിൻ ആ സംബന്ധമായിട്ടുള്ള ഇലക്ട്രിക്കൽ പാർട്സ്, ECM, BCM മുതൽ ഇലക്ട്രിക്കലായിട്ടുള്ള എല്ലാം നല്ല കോസ്റ്റ്ലിയാണ്. നമ്മൾ മേടിക്കുമ്പോൾ ഒരു 1,00,000 രൂപയുടെ പണിയുള്ള കോസ്റ്റുള്ള സ്പെയർ ഇവിടെ നിന്ന് മേടിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 10-25,000 രൂപയ്ക്ക് പരിപാടി അവസാനിപ്പിക്കാം. അതുപോലെ എല്ലാ വണ്ടികളും ഓൾമോസ്റ്റ് ഈ യാർഡിൽ കിടക്കുന്നതിൽ എല്ലാ വണ്ടികളും ഉണ്ട്. ഇവർ വണ്ടിയിൽ നിന്ന് അഴിച്ച് വയ്ക്കാത്ത സ്പെയറും ബോഡി പാർട്സ്, സസ്പെൻഷൻ പാർട്സ് ഉള്ള ഹാർഡ് മെറ്റീരിയലൊന്നും അഴിച്ച് വെച്ചിട്ടില്ല. ബാക്കിയുള്ള സ്പെയറുകളെല്ലാം അഴിച്ച് പീസാക്കി വെച്ചിട്ടുണ്ട്. ഹുണ്ടായി ഗെറ്റ്സ് മുതലായിട്ടുള്ള എല്ലാ വണ്ടികളും. അതുപോലെ തന്നെ പഴയ സൊനാറ്റ ഉണ്ട്. സൊനാറ്റയുടെ എംബാര ഉണ്ട് കേട്ടോ. അത് ടൊയോട്ട ക്യാമറി. ഇത് നമ്മുടെ ഉണ്ടായിരുന്ന ക്യാമറയാണ്. 30 ലക്ഷം രൂപ ആയിരുന്നു എൻ്റെ പുതിയ മോഡൽ VTI. ആ 30 ലക്ഷം രൂപ വണ്ടിയാണ് ഈ കിടക്കുന്നത്. ദൈവമേ. അപ്പോൾ ലാൻസർ. അപ്പോൾ ഈ ക്യാമറയുടെയൊക്കെ സ്പെയർ നമുക്കുണ്ടല്ലോ കിട്ടാൻ ഭയങ്കര പ്രയാസം എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇത് എൻ്റെ ഉണ്ടായിരുന്നു എൻ്റെ തൊട്ട് മുമ്പത്തെ മോഡൽ. നമ്മൾ ആ വീഡിയോ ചെയ്തതിൻ്റെ തൊട്ട് മുമ്പത്തുള്ള മോഡൽ. പക്ഷേ ഓൾമോസ്റ്റ് VTI എഞ്ചിൻ, ഡ്യുവൽ VTI എഞ്ചിൻ തന്നെയാണ് ഈ വണ്ടിക്കും വരുന്നത്. ഇതിൻ്റെ സ്പെയറും എല്ലാം, പവർ വിൻഡോ സ്വിച്ച് കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും, ഇതിൻ്റെ സീറ്റ്സ് കാര്യങ്ങളൊക്കെ, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾട്ടർ ചെയ്ത് വേറെ വണ്ടിയിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ടവേര, പിന്നെന്താ എന്ത് വണ്ടി ഇല്ലാത്തതെന്ന് പറഞ്ഞ് ചോദിച്ചാൽ മതി. പുതിയ ഷോറൂമിൽ പോലും ഇത്രയും വെറൈറ്റി ഉണ്ടാവില്ല. നമുക്ക് എപ്പോഴും ന്യൂ സ്പെയർ വാങ്ങിക്കുമ്പോൾ വരുന്ന ഒരു ഹ്യൂജ് ആയിട്ടുള്ളൊരു എമൗണ്ട് നമുക്ക് ഈ യൂസ്ഡ് സ്പെയർ മേടിക്കുമ്പോൾ അത് കുറഞ്ഞു കിട്ടും. മാത്രമല്ല നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റാത്ത സ്പെയർ ആയിട്ടുള്ള ഈ AC കംപ്രസർ, ഓൾട്ടർനേറ്റർ, സ്റ്റിയറിംഗ് മൊഡ്യൂള്, സ്റ്റിയറിംഗ് മോട്ടറിൻ്റെ ഡാമേജസ്, ഇത്തരത്തിലുള്ള ഡാമേജസ് ഒക്കെ നമ്മൾ ഷോറൂമിൽ കൊണ്ടുപോയി പണിയുമ്പോൾ നമുക്ക് വലിയൊരു കോസ്റ്റ് നമുക്ക് വരും. ശരിക്കും ഇവിടെ കിട്ടുന്ന സ്പെയർ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും ആക്സിഡൻറ്റ് വെഹിക്കിൾസിൽ റണ്ണിങ് ആയിക്കൊണ്ടിരുന്ന സ്പെയർ ആയതുകൊണ്ടും വലിയ ഡാമേജസ് ഒന്നും കാണാറില്ല. ചെക്ക് ചെയ്തിട്ടാണ് തരുന്നത്. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള സ്പെയർ മേടിക്കുമ്പോൾ നമുക്ക് ആ ഒരു വലിയൊരു ബാധ്യത ഫിനാൻഷ്യലി നമുക്ക് വരുന്ന ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് വളരെ കുറയ്ക്കാൻ പറ്റും. അതായത് 1/3 കുറയ്ക്കാൻ പറ്റും.
അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.